ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കൊരു സ്പെഷ്യലുണ്ട്. എൻ്റെ മോളെ ഹോസ്റ്റലിൽ നിന്ന് ഓളെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിലുള്ള ഒരു സമയമാണിപ്പോൾ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കണം. സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എണ്ണക്കടിയെല്ലാം ഞാനിപ്പോൾ എണ്ണയിലിട്ടിട്ട് കോരിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം തന്നെ കൊച്ചിയിലേക്ക് ഇറങ്ങിന്. ഇന്ന് ഷോപ്പിൽ നിന്ന് ഉച്ചയാകുമ്പോൾ തന്നെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ പണിക്ക് തുടങ്ങി. അങ്ങനെ എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. മോളെ ചങ്ങായിമാരിൽ വരുമ്പോൾ സാധാരണ കൊടുക്കുന്നത് തന്നെ കൊടുക്കാൻ കഴിയലാലോ. ഒരു മോള് തൃശ്ശൂർത്തെ മോള്, ഒരു മോള് കണ്ണൂർത്തെ. നമ്മളെ നാട്ടാറും അല്ല, പുറമേലത്തെ ആളാണ്. കഴിഞ്ഞ നോമ്പ് ഓർക്കുമ്പോൾ ഒരു വന്നിന് എല്ലാവരും. അപ്പോൾ കുറേ ആളുണ്ടായിന്. ഇക്കുറി അങ്ങനെ കുറേ ആളൊന്നും വന്നിട്ടില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമാക്കിയിട്ട് നോമ്പുറപ്പിക്കുമ്പോൾ ഒരു പാങ്ങില്ലല്ലോ. അങ്ങനെ കുറച്ച് അധികം ഐറ്റമെല്ലാം ഉണ്ടാക്കിന് ഞാൻ ഇന്ന്. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് കട്ട്ലറ്റ്, കുറച്ച് സമോസ തന്നെ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കിന്. ഒന്ന് ബീഫിൻ്റെയും ഒന്ന് കോയിൻ്റെയും. പിന്നെ ബീഫിൻ്റെ സമോസ കുറച്ച് ഉണ്ടാക്കിന്. ബീഫിൻ്റെ പിന്നെ എല്ലാവർക്കും വേണ്ട, ഊർക്ക് മാത്രം ആക്കിയത്. പിന്നെ കോയിൻ്റെ സമോസ അത് ആക്കുമ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടയെല്ലാം കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലെല്ലാം പൊരിച്ചെടുത്ത് നല്ലോണം മുക്കിയിട്ട് അത് നല്ല പാങ്ങുണ്ട്, ഭയങ്കര ടേസ്റ്റ്. അത് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ അപ്ലോഡ് ആക്കാം. പിന്നെ കുറച്ച് റോൾ ഉണ്ടാക്കീന്. അതും ബ്രെഡ് ചിക്കൻ മസാല റോൾ ഉണ്ടല്ലോ, അതുണ്ടാക്കീന്. പിന്നെ നല്ലൊരു കിടിലായിട്ടും ഉണ്ടാക്കീന്. അത് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പി. സാധാരണ പിസ്സാനെ പോലെയും പിന്നെ ചട്ടിപ്പത്തിരി പോലെയും ഷവർമാൻ്റെ ആ ടേസ്റ്റെല്ലാം കൂടി ഒരു അടിപൊളി സംഭവം. പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് സ്പെഷ്യലാക്കിയിട്ട് കോൺഫ്ലെക്സ് എല്ലാം മുക്കിയിട്ടാണ് ഞാൻ ഇന്ന് കാച്ചിനത്. ഈ ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തോ ഒരു ക്രിസ്പിയും എന്തോ ഒരു ടേസ്റ്റും. ഉള്ളെല്ലാം ഭയങ്കര ജ്യൂസിയും പുറവും നല്ലോണം ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതും അങ്ങനെ കുഞ്ഞൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഇങ്ങനെയെല്ലാം അടങ്ങുന്ന ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. എന്തെല്ലാം ഐറ്റം എന്നുള്ളത് ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ മക്കളെ ഇത് തിന്നിട്ട് നോക്കിയെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് മറക്കേല. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം. കാരക്കാൻ വെള്ളം, കുറച്ച് ഈത്തപ്പായം ടേബിളിൽ കൊണ്ടുവച്ച്, പിന്നെ മുന്തിരിങ്ങ, രണ്ട് ടൈപ്പിലുള്ള മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങാവും വെളുത്ത മുന്തിരിങ്ങാവും. പിന്നെ നമ്മൾ സാധാരണ പഴം, അതെല്ലാ നോമ്പുർക്കും വേണം. പിന്നെ ചിക്കൻ്റെ കട്ട്ലറ്റ്, പിന്നെ ഞാൻ പറഞ്ഞ ബ്രെഡ് മുക്കിയ സമോസ, പിന്നെ സാധാരണ സമോസ, പിന്നെ പിസ്സ സാധാരണ എല്ലാം ഉണ്ടാക്കലേ ഭയങ്കര ടേസ്റ്റ് തന്നെ. പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഉള്ളി ബജ, പിന്നെ ഇത് ബ്രെഡിൻ്റെ റോള് ചിക്കൻ്റെ, അതും ഭയങ്കര ടേസ്റ്റ് മക്കളെ. പിന്നെ കോഴി കാച്ചി,